സേമിയ കൊണ്ട് ഏറ്റവും സിമ്പിൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവ് ഉണ്ടാക്കാവേ നമുക്കിന്ന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ടും നല്ല ചൂടോടുകൂടി ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ മിസ് ചെയ്യാതെ ഇതേപോലെ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഒന്ന് റെഡിയാക്കി നോക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതാ ആദ്യം തന്നെ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ദാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടാക്കി എടുക്കാവേ. ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ഒരു പ്രാവശ്യം ഒന്നും കൂടി ചൂടാക്കി എടുക്കുക. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഉണ്ടോ, ഇത് മതി. ഇനി ഇതേ പാനിൽ തന്നെയായിട്ട് നമ്മൾ ബാക്കി എല്ലാ മസാലകളും ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും അതേപോലെ തന്നെ കുറച്ച് കാഷ്നട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കടലപ്പരിപ്പിന് പകരമായിട്ട് ഉഴുന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ട് കളറൊക്കെ ഒന്നുകൂടെ മാറി ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ നന്നായിട്ട് ഒന്നുകൂടെ റെഡിയാക്കി എടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊന്നും ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ടായേ. കളറൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ നേർപകുതി പൊടിയായിട്ട് കട്ട് ചെയ്തും ഒരു ക്യാരറ്റിന്റെ ഒരു 1/4 ഭാഗം പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്താണെങ്കിലും മതിയാവും. ഇതിൻ്റെ കൂടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് അതേപോലെ തന്നെ ബീൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണേ. ഞാനിവിടെ ജസ്റ്റ് ക്യാരറ്റ് മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ക്യാരറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പച്ചമുളക് ഒന്നുകൂടെ മാറി നല്ലോണം ചൂട് കയറി ഒന്നുകൂടെ വാടി വരണം. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്നുകൂടെ വാടി വന്നാൽ മാത്രം മതി. ഇതുപോലെ ഈ സമയത്ത് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമേ ചേർക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ വാടി വന്നിട്ടുണ്ട്, അത്രയും മതി. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഇനി സേമിയ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 1 കപ്പ് സേമിയ എടുക്കുമ്പോൾ 1.5 കപ്പ് വെള്ളം വേണം എടുക്കാനായിട്ട്. നമ്മൾ ഏത് കപ്പിലാണോ സേമിയ എടുത്തത് അതേ കപ്പിന് തന്നെ വെള്ളവും കൂടി അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഈ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് വന്നതിന് ശേഷം വേണം റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർക്കാനായി. അപ്പോൾ അതവിടെ നല്ലോണം തന്നെ ഒന്നും കൂടി തിളച്ച് വരട്ടെ. സേമിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടാക്കി എടുത്തുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞൊന്നും പോവാതെ വിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ചൂടാക്കി എടുക്കുന്ന കാര്യം വിട്ടു പോവല്ലേ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയയും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടെ മിക്സാക്കി ഇനി ഒന്ന് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി സേമിയൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇടയ്ക്ക് 1-2 തവണ ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കുന്ന കാര്യം മറന്നു പോകരുതേ. അപ്പോൾ അതവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ. ഒരു പകുതി വേവായി വന്നിട്ടുണ്ട് കണ്ടോ. വെള്ളമൊക്കെ ഒന്നും കൂടെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം ഒരു 5-10 മിനിറ്റുള്ളിൽ തന്നെ റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല. നമ്മൾ ഇതിനകത്തേക്ക് വേറെ മസാലയോ പൊടികളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടി ആ പച്ചമുളകിന്റെ എരിവ് മാത്രം കേട്ടോ ഉള്ളത്. ഇനി ഒട്ടും തന്നെ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി, എരിവുള്ള മുളക് പൊടി. ഇതിപ്പോൾ എടുത്തിരിക്കുന്ന 2 പച്ചമുളകിനും നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ വേറെ മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ. ഇതാകണ്ടോ നന്നായിട്ട് തന്നെ വെന്ത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മുട്ടയൊക്കെ ഒന്നും കൂടി ചിക്കി പൊരിച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുത്താലും മതി കേട്ടോ. അതൊക്കെ കുട്ടീസിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് മിക്സാക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴാണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റാവുന്ന റെസിപ്പി അല്ലേ. മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോവാതെ ചൂടോടുകൂടി നല്ലൊരു ചൂട് ചായയുടെയൊക്കെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക കേട്ടോ. കൂടെ തന്നെ കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.